ഹായ്. ഇപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ സിറമുളകിൻ്റെ വിളവെടുപ്പ് കാണാവേ. ഇപ്പം ഞാനും അമ്മയും കൂടെ രാവിലെ നമ്മുടെ കുറച്ച് കൃഷിയുണ്ട്, അതിനകത്തോട്ട് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മുടെ സിറമുളക് നമ്മൾ കൃഷി ചെയ്തതെല്ലാം നമ്മൾ കുറച്ച് വിളവെടുക്കുകയാണ്. അപ്പം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം നമ്മൾ വെച്ചതിനകത്ത് നിറച്ച് നമുക്ക് മുളക് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നല്ല രീതിയിൽ തന്നെ ജൈവ വളങ്ങൾ കൊടുത്താണ് ഞാനിത് കൃഷി ചെയ്തേക്കുന്നത്. സാധാരണ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ NPK ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് NPK ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം അതുകൂടെ ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് ഇതിൽ കൂടുതൽ വിളവ് കിട്ടിയേനെ. ഞാൻ വീട്ടിൽ നമുക്ക് കഴിക്കുന്ന ഭക്ഷണം, അതായത് ഏറ്റവും സേഫായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ വേപ്പെണ്ണ പോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ കീടങ്ങളെ ഓടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ വളങ്ങൾ ചെയ്യുന്നത് ഞാനൊരു ഇൻറ്റഗ്രേറ്റഡ് കൃഷിയാണ് നമ്മൾ പിന്തുടരുന്നത്. അതായത് ജൈവവളങ്ങളും രാസവളങ്ങളും കൂടെ സംയുക്തമായിട്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ഇലകളിൽ സാധാരണ നമ്മൾ ഫോളിയർ സ്പ്രേകൾ നമ്മൾ ചെയ്യും, അതായത് NPK അതുപോലുള്ള മറ്റ് രാസവളങ്ങൾ ഞാൻ ചെയ്യും. അത് എന്നിട്ട് നമ്മൾ ചുവട്ടിൽ ജൈവവളങ്ങൾ കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമുക്ക് ചെടികളുടെ മൂലകങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റണം, എങ്കിൽ മാത്രമേ നമ്മുടെ കൃഷി പൂർണ്ണമായിട്ട് വിജയിക്കത്തുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ജൈവവളങ്ങൾ മാത്രമാണ് കൊടുത്തേക്കുന്നത്. അടിവളങ്ങളല്ലാതെ നമ്മൾ ഒന്നും സ്പ്രേ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു ഇനത്തിൻ്റെ ഗുണം കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഇതിനൊരു വളർച്ചയുണ്ട്. കാരണം ഇതൊരിക്കലും ഞാൻ വളത്തിൻ്റെ ഗുണമോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മൾ എന്താ പറയുക, ഞാൻ കൃഷി ചെയ്ത രീതി കൊണ്ടല്ല, ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് മാത്രമാണ് ഈ രീതിയിൽ നമുക്ക് കുറച്ച് വളത്തിൽ കൂടി നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടുന്നത്. പക്ഷേ ഈ വിളവ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കൃഷി നല്ല രീതി ചെയ്യുന്നവർക്ക് മനസ്സിലാവും. കാരണം ഇതിന് നല്ല ഡെഫിഷ്യൻസി ഉണ്ട്. ഇലകൾ കാണുമ്പോൾ തന്നെ അറിയാൻ ഡെഫിഷ്യൻസി ഉണ്ട്. അതുപോലെ തന്നെ ഈ മുളകിനൊക്കെ നീളക്കുറവ്, അതുപോലെ തന്നെ അതിൻ്റെ ആകൃതിക്കുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് പൊട്ടാഷ്യൻ്റെ കുറവ്, അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ്, അതുപോലെ കാൽസ്യം, സിങ്ക്, ഇതിൻ്റെയൊക്കെ കുറവ് നന്നായിട്ടുണ്ട്. അപ്പം ബോറോണിൻ്റെ കുറവ് ഒക്കെ ഈ ചെടിയൊക്കെ നന്നായിട്ടുണ്ട്. കാരണം ഞാൻ മൈക്രോ ന്യൂട്രിയൻറ്റുകൾ പോലും നമ്മൾ ഇപ്രാവശ്യം വളരെ കുറച്ച് 1-2 പ്രാവശ്യം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം എനിക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഈ കൃഷിയെ നമുക്ക് എല്ലാ ആഴ്ചയും നമുക്ക് ഈ കൃഷിയുടെ പുറകെ എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടുള്ള ഒരു മിസ്റ്റേക്ക് കൊണ്ട് നമ്മൾ വെള്ളം മാത്രം കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ജൈവവളങ്ങൾ മാത്രം, അതുപോലെ തന്നെ ജൈവവളങ്ങൾ നമ്മൾ ചുവട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ജൈവവളങ്ങൾ മാത്രം കൊണ്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന മുളകിനങ്ങളുണ്ട്. ഇതും നമുക്ക് വളർത്താമെങ്കിലും ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമ്മൾ NPK നമ്മൾ കൊടുക്കണം. അതുപോലെ മറ്റ് രാസവളങ്ങൾ നമ്മൾ കൊടുത്താൽ മാത്രമേ ഇതിന് പൂർണ്ണമായിട്ടും ഈ ഒരു ഇനത്തിന് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. പക്ഷേ എങ്കിലും നമുക്ക് ഇതിനകത്ത് നല്ല രീതിയിൽ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് വിളവ് കിട്ടിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം തന്നെ കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ ഇത് പോട്ടി മിക്സ് തയ്യാറാക്കിയപ്പോഴത്തേക്ക് മണ്ണിന് പകരം കരിയില, അതുപോലെ തന്നെ ജൈവവളങ്ങളായ ചാണകപ്പൊടി, അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, പിന്നെ നമുക്ക് വളർച്ചയ്ക്ക് ആവശ്യമുള്ള സ്യൂഡോമോണസ്, ഇതൊക്കെയാണ് നമ്മൾ കൊടുത്തത്. അങ്ങനെ ചെയ്തപ്പോഴും എനിക്ക് അത്യാവശ്യം നല്ല വിളവ് തന്നെയാണ് കിട്ടിയത്. എങ്കിലും നമുക്ക് ഈ രീതി നമുക്ക് വിളവ് കിട്ടുന്നുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തേക്കിനേക്കും അത്യാവശ്യം നമുക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാനൊക്കെ ഉള്ളതുണ്ട്. അപ്പം ഈ ചാനലിലെ വീഡിയോകൾ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കാരണം ഒരുപാട് പേര് നമ്മുടെ ഈ വീഡിയോകൾ കണ്ടിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഫോളോ ചെയ്യാതെയൊക്കെ പോകുന്നുണ്ട്.